ഹരി ഓം. ഹരേ കൃഷ്ണ. ഇന്ന് ഈ കലിയുഗത്തിൽ കലിബാധയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാകവചമാണ് രാമനാമജപം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിൽ 16 നാമങ്ങളാണുള്ളത്. രാമനാമം ജപിക്കാൻ നമുക്ക് പ്രത്യേക ചിട്ടവട്ടങ്ങൾ ഒന്നും വേണ്ട. ശുദ്ധമോ അശുദ്ധമോ ആയ ഏതവസ്ഥയിലും നമുക്ക് രാമനാമം ജപിക്കാം. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ, നാമജപം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ നാം അറിഞ്ഞോ അറിയാതെയോ നാമം ജപിക്കാതിരിക്കാനുള്ള പല ഒഴിവ് കഴിവുകളും കണ്ടെത്തും, അല്ലെങ്കിൽ അത് വന്നു ഭവിക്കും. മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഇന്ന് ശുദ്ധമല്ല, അല്ലെങ്കിൽ ഇന്ന് ഒട്ടും സമയമില്ല എന്നിങ്ങനെ പല കാരണങ്ങൾ നാം നാമജപം ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിക്കും. ഏറ്റവും കൂടുതൽ പിന്നത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കപ്പെടുന്നത് നാമജപം അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ഇവയെല്ലാമാണ്. അതുകൂടാതെ ഏറ്റവും രസകരം അല്ലെങ്കിൽ അതിശയമായി നമുക്ക് തോന്നാറുള്ളത്, ഇത്ര വയസ്സ് കഴിഞ്ഞ് നാമം ചൊല്ലിയാൽ മതി എന്നൊരു ധാരണയും പൊതുവെ ഉണ്ട്. തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക എന്നിങ്ങനെയുള്ള ശീലങ്ങൾ പരിശീലിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു ദിനചര്യയാക്കി കൊണ്ടുവരേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്. ചെറുപ്പത്തിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ ശീലമുണ്ടെങ്കിൽ മാത്രമേ അത് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുകയുള്ളൂ. പെട്ടെന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ കൂടെ ചേർന്ന് പോകണമെന്നില്ല. ഈ നാമജപം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന നാം തുടങ്ങിക്കഴിഞ്ഞാൽ നാം അത് നിർത്തണമെന്ന് വിചാരിച്ചാൽ പോലും ആ നാമജപത്തിന്റെ മാധുര്യം നമ്മിൽ നിന്ന് വിട്ടുപോവുകയില്ല. ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ രാമനാമ മന്ത്രം. രാമനാമം ജപിക്കാം, ആമയങ്ങൾ അകന്നു പോകട്ടെ.